ക്വാളിറ്റി പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്സ് ആയിരിക്കും ഡീൽ ചെയ്യുന്നത്. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ വാട്ടർ സപ്ലൈ അല്ലെങ്കിൽ വാട്ടർ സ്കീം ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് ഡിമാൻഡ് എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് കണ്ടു. ഇനി നോക്കാൻ പോകുന്നത് നമുക്ക് ട്രീറ്റ് ചെയ്യണം. നമ്മുടെ വെള്ളം ട്രീറ്റ് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. റീസൺ ബി നോർമൽ റോ വാട്ടറിനകത്ത് പലതരത്തിലുള്ള ഇമ്പ്യൂരിറ്റീസും പൊല്യൂട്ടൻസും കണ്ടാമിനൻസും കാണും. സോ ബേസിക്കലി അത് ട്രീറ്റ് ചെയ്യണം. അത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം എന്ത് ചെയ്യണം? വെള്ളം ടെസ്റ്റ് ചെയ്ത് അതിനകത്തുള്ള പാരാമീറ്റേഴ്സ്, പല രീതിയിലുള്ള പാരാമീറ്റേഴ്സ് എന്ത് ചെയ്യാം, നമുക്ക് ചെക്ക് ചെയ്യാം. എന്നിരുന്നാൽ മാത്രമേ, എന്താണ് അതിനകത്തുള്ള ഇമ്പ്യൂരിറ്റി എന്ന് അറിഞ്ഞാൽ മാത്രമേ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, എന്താണ് പ്രോസസ്സ്, അത് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഓരോ ഇമ്പ്യൂരിറ്റി എത്ര അളവിലുണ്ട് എന്ന് കണ്ടുപിടിക്കുന്ന ആ ഒരു പ്രോസസ്സ്, അതിനെല്ലാം കൂടെ ആണ് എന്ത് പറയുന്നത്, ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെയാണ് എന്ന് പറയുന്നത്. ഇനി വെള്ളത്തിൻ്റെ നമ്മുടെ ഫോർ ഡ്രിങ്കിങ് പർപ്പസിന് വെള്ളത്തിൻ്റെ ക്വാളിറ്റി എങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്ന കോഡാണ് IS 10500/2012. ഇതാണ് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള റിവൈസ്ഡ് കോഡ്, IS 10500/2012 ഡ്രിങ്കിങ് വാട്ടർ സ്റ്റാൻഡേർഡ്. അപ്പോൾ കുടിക്കുന്ന വെള്ളത്തിനകത്ത് ഓരോ പാരാമീറ്ററും എത്ര അളവിൽ വേണം, എത്രയാണ് മാക്സിമം ലിമിറ്റ്, അല്ലെങ്കിൽ എത്ര വരെ ആകാം എന്നുള്ള കാര്യം ആ ഒരു കോഡിലാണ് പറയുന്നത്. നിങ്ങളുടെ എക്സാമിനെ സംബന്ധിച്ച് ഈ കോഡ് വളരെ വളരെ അധികം ഇമ്പോർട്ടൻ്റ്. ടൈം കിട്ടുവാണെങ്കിൽ ഇതിനകത്തുള്ള ആ പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് എല്ലാം ഓർത്തിരിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ ഈ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മാക്സിമം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാംസിന് ചോദിക്കാറുള്ള കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. സ്റ്റിൽ നിങ്ങൾക്ക് ഫോർ ആൻ എക്സ്ട്രാ റീഡിങ് നിങ്ങൾ ആ കോഡ് എടുത്തിട്ട് ആ വാല്യൂസ്, എസ്പെഷ്യലി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പാരാമീറ്റേഴ്സ് നോക്കി വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഓക്കെ, ഇനി പാരാമീറ്റേഴ്സ് നോർമലി ഒരു വെള്ളത്തിൻ്റെ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് ആയിട്ട് പറയുന്നത് 3 രീതിയിൽ പറയാം. 1 ഫിസിക്കൽ പാരാമീറ്റർ, 2 കെമിക്കൽ പാരാമീറ്റർ, 3 ബയോളജിക്കൽ പാരാമീറ്റർ, അതായത് ബയോളജിക്കൽ ക്വാളിറ്റി പാരാമീറ്റർ. ഇത് 3ഉം ഡിവൈഡ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞാൽ, വെള്ളത്തിലുള്ള ചില പാരാമീറ്റർ അല്ലെങ്കിൽ ചില ഇമ്പ്യൂരിറ്റി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫിസിക്കലി പറയാം. അതായത് നിങ്ങളുടെ സെൻസസ് ഉപയോഗിച്ച്, കണ്ണുകൊണ്ട് കാണാം, ചിലപ്പോൾ ടച്ച് ചെയ്ത് മനസ്സിലാക്കാം, ചിലപ്പം ടേസ്റ്റ് ചെയ്ത് മനസ്സിലാക്കാം, ചിലപ്പോൾ സ്മെല്ലിലൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ സെൻസ് 5 സെൻസസ് അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്ന പാരാമീറ്റേഴ്സാണ് ഫിസിക്കൽ പാരാമീറ്റേഴ്സ്. രണ്ടാമതൊരു സെറ്റ് ഓഫ് പാരാമീറ്റേഴ്സാണ് കെമിക്കൽ പാരാമീറ്റേഴ്സ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സെൻസസിലൂടെ അറിയാൻ പറ്റത്തില്ല. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും കെമിക്കൽ ആഡ് ചെയ്യുകയോ എന്തെങ്കിലും തരത്തിലുള്ള റിയേജൻറ്റുമായിട്ട് റിയാക്ഷൻ നടത്തിയോ മറ്റുമേ ഈ പാരാമീറ്റേഴ്സ് അറിയാൻ പറ്റൂ. സോ അതിനെ കെമിക്കൽ പാരാമീറ്റർ എന്ന് പറയും. മൂന്നാമത്തത് ബയോളജിക്കൽ പാരാമീറ്റർ. അതായത് ഇതിനകത്ത് ബയോളജിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി നടത്തിയാൽ മാത്രമേ ഈ ഒരു പാരാമീറ്റർ കണ്ടുപിടിക്കാൻ പറ്റൂ. സോ ബേസിക്കലി ഫിസിക്കൽ പാരാമീറ്റർ ഉണ്ട്, കെമിക്കൽ പാരാമീറ്റർ ഉണ്ട്, ബയോളജിക്കൽ പാരാമീറ്റർ ഉണ്ട്. ഇത് 3ഉം നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കെമിക്കൽ പാരാമീറ്റർ. എല്ലാ എക്സാമിനും ഒരു ചോദ്യം നോർമലി ഇവിടുന്ന് വരാറുണ്ട്. നിങ്ങളുടെ വാട്ടർ അതോറിറ്റി എക്സാമിനും 100-ൽ 110% ഉറപ്പാണ് ഈ കെമിക്കൽ പാരാമീറ്ററിൽ നിന്ന് ഒരു ചോദ്യം വരും. ഓക്കെ, അപ്പോൾ ഇത് പാരാമീറ്റേഴ്സ് പറയുന്നതിന് മുന്നോടിയായിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള ടേംസ് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ അറിവിലേക്കായിട്ട് വേണം. ചില എക്സാംസിന് ഡയറക്റ്റ് ചോദിക്കാറുണ്ട് ഈ ടേം തന്നിട്ട്, അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ തന്നിട്ട് ഇതിന് പറയുന്ന പേരെന്താ. സോ ഫസ്റ്റ് പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, H2O. നിങ്ങൾ 2 ഹൈഡ്രജൻ്റെ ആറ്റവും 1 ഓക്സിജൻ്റെ ആറ്റവും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്താവും, നിങ്ങളുടെ വെള്ളവും. അതിനാണ് പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്, H2O. രണ്ടാമത്തെ റോ വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, നിങ്ങൾ വെള്ളം ട്രീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എത്തിക്കാനായിട്ട് എടുക്കുന്ന നോർമലി കാണുന്ന സോഴ്സ്, ഏതെങ്കിലും സോഴ്സിൽ നിന്ന് വെള്ളം എടുക്കുമല്ലോ, അതിനാണ് എന്ത് പറയുന്നത്, റോ വാട്ടർ എന്ന് പറയുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടേംസ്, പോർട്ടബിൾ വാട്ടർ, പാലറ്റബിൾ വാട്ടർ. പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ ഓർക്കുക, ഇറ്റ് ഈസ് ദ വാട്ടർ വിച്ച് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. നിങ്ങൾക്ക് കുടിക്കാൻ നന്നായിട്ടുള്ള വെള്ളം, അതിനാണ് എന്ത് പറയുന്നത്, പോർട്ടബിൾ വാട്ടർ. കുടിക്കാൻ നല്ലതാണെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് എന്ത് കാണത്തില്ല, ഹാംഫുൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസും കാണത്തില്ല. കാരണം ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ കുടിക്കത്തില്ലല്ലോ. സോ പോർട്ടബിൾ വാട്ടർ മീൻസ് ദ വാട്ടർ വിച്ച് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. അതേസമയം പാലറ്റബിൾ വാട്ടർ എന്ന് പറഞ്ഞാലോ, എസ്തെറ്റിക്കലി ലുക്കിംഗ് ഗുഡ്.
അതായത് കാണാൻ നല്ല ഭംഗിയായിരിക്കും, പക്ഷെ അത് കുടിക്കാൻ നല്ലതാണോ മോശമാണോ എന്ന് നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു വെള്ളം നിങ്ങൾ നോക്കുമ്പോൾ കണ്ടാൽ നല്ല വെട്ടിത്തിളങ്ങുന്ന ഒരു വെള്ളം, ഒരു സ്പാർക്ക്ലി ആയിട്ട് ഒരു ഓറഞ്ച് കളറൊക്കെ വെച്ചിട്ട് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നല്ല രസമായിരിക്കും, പക്ഷെ നിങ്ങൾ കുടിക്കുമോ? ഇല്ല. ഫോർ എക്സാമ്പിൾ ചെളിവെള്ളം നിങ്ങൾ നന്നായിട്ട് ചെളി എടുത്ത് കലക്കി നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല ബ്രൗൺ കളർ അടിപൊളി കാണാൻ, അപ്പോൾ അതിന് വേണമെങ്കിൽ പാലറ്റബിൾ വാട്ടർ എന്ന് പറയാം, പക്ഷെ നിങ്ങൾ കുടിക്കുമോ? ഇല്ല. സോ അത് എന്ത് വാട്ടർ അല്ല? പോർട്ടബിൾ വാട്ടർ അല്ല. പാലറ്റബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ കാണാൻ കൊള്ളാം, കുടിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ കുടിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ കുടിക്കാൻ ഓക്കെ, പക്ഷെ അത് എസ്തെറ്റിക്കലി പ്ലീസിങ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ആ രണ്ട് ടേം ഒന്ന് റിലേറ്റ് ചെയ്ത് ഓർക്കുക. നെക്സ്റ്റ് ടേം ഹോൾസം വാട്ടർ. ഹോൾസം വാട്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രീറ്റ്മെൻറ്റിന് ശേഷം പുറത്ത് വരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം, അതിനാണ് എന്ത് പറയുന്നത്? ഹോൾസം വാട്ടർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെൻറ്റിന് ശേഷമുള്ള വെള്ളമാണെങ്കിൽ ഉറപ്പായിട്ട് ഇതിനകത്ത് എന്ത് കാണത്തില്ല? ഹാംഫുൾ ഇൻഗ്രീഡിയൻസ് കാണത്തില്ല, അതൊക്കെ. പക്ഷേ ഇത് 100% പ്യുവർ ആണെന്ന് പറയുമോ? പറ്റത്തില്ല. കാരണം പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു H2O, 2 ഹൈഡ്രജൻ ആറ്റവും ഒരു ഓക്സിജൻ ആറ്റവും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു സംഭവം പ്യുവർ അല്ല ഈ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ശേഷം വരുന്നത്. കാരണം അതിനകത്ത് എന്താ കാണിക്കും? ഈ പറയുന്ന ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ കാണുന്ന പാരാമീറ്റർ കാണും, പക്ഷെ എന്ത് അളവിലായിരിക്കും? നിങ്ങളുടെ IS 10,500 2000 പറയുന്ന ലിമിറ്റുകളുണ്ടല്ലോ, ഈ വാല്യൂവിന് കൂടാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതിനുള്ളിലാണെങ്കിൽ പിന്നെ പേടിക്കണ്ട, നിങ്ങളെ എന്തെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ഇല്ല. സോ അത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ലിമിറ്റിൽ വരത്തക്ക രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ട്രീറ്റ് ചെയ്ത് കിട്ടാൻ പോകുന്നത്. സോ അത് ഒരിക്കലും പ്യുവർ അല്ല, പക്ഷെ നിങ്ങളുടെ കുടിക്കാൻ ഹാംഫുൾ അല്ല. സോ ഹോൾസം വാട്ടർ. നെക്സ്റ്റ് രണ്ട് വാട്ടർ പൊല്യൂട്ടഡ് വാട്ടറും കണ്ടാമിനേറ്റഡ് വാട്ടർ. ഇതും അഗെയിൻ നോർമലി ആൾക്കാർക്ക് കൺഫ്യൂസിങ് ആയിട്ടുള്ള രണ്ട് വാക്കുകളാണ്, പൊല്യൂട്ടഡ് വാട്ടർ, കണ്ടാമിനേറ്റഡ് വാട്ടർ. ഇനി പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും തരത്തിലുള്ള ഹാംഫുൾ വസ്തുക്കളുണ്ടെങ്കിൽ അതിനെ എന്ത് പറയാം? പൊല്യൂട്ടഡ് വാട്ടർ. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വെള്ളം എടുക്കുക, ആ വെള്ളത്തിനകത്ത് ഫുൾ പൊടി അതായത് വല്ല ചകിരിയുടെ പൊടിയോ മണ്ണിൻ്റെ പൊടിയോ കിടക്കുക, അപ്പോൾ അതെന്തായിരിക്കും? നിങ്ങളെ സംബന്ധിച്ച് അത് പൊല്യൂട്ടഡ് വാട്ടറാണ്, അത് നിങ്ങൾ കുടിക്കത്തില്ല, അല്ലെങ്കിൽ കുടിക്കാൻ ഓക്കെ അല്ല. ഇത് വേണമെന്ന് നിർബന്ധമില്ല, അല്ലെങ്കിൽ പൊടി വേണമെന്ന് നിർബന്ധമില്ല. വേറെ എന്താ നിങ്ങൾ കാണാത്ത എന്തെങ്കിലും, ഇപ്പം നിങ്ങൾ അതിനകത്തൊരു കുറച്ച് ബാക്ടീരിയ അല്ലെ മൈക്രോ ഓർഗാനിസത്തിന് അതിനകത്ത് വാരിയിട്ട്, അങ്ങനെയാണെങ്കിലോ അതെന്താ? നിങ്ങളെ സംബന്ധിച്ച് പൊല്യൂട്ടഡാണ്, കാരണം നിങ്ങൾ കുടിക്കത്തില്ല. ആ സമയം വേറെ ടൈമുണ്ട് കണ്ടാമിനേഷൻ. കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ സ്ട്രിക്ട്ലി എന്ത്? പ്രസൻസ് ഓഫ് ഹാംഫുൾ പാത്തജൻസ്. അതായത് സ്ട്രിക്ട്ലി ഇതെന്ത്? പാത്തജൻസ് പറഞ്ഞാൽ പിന്നീട് നമ്മൾ കാണും ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തിനാണ് പാത്തജൻ എന്ന് പറയുന്നത്. അതായത് അസുഖം പരത്താൻ ശേഷിയുള്ള മൈക്രോ ഓർഗാനിസം. ഈ അസുഖം പരത്താൻ ശേഷിയുള്ള മൈക്രോ ഓർഗാനിസം വെള്ളത്തിലുണ്ടെങ്കിൽ അതിനെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടാമിനേറ്റഡ് വാട്ടർ. പക്ഷെ പൊല്യൂട്ടഡ് വാട്ടർ എന്ന് പറഞ്ഞാലോ, എപ്പോഴും അസുഖം പരത്താൻ ശേഷിയുള്ള മൈക്രോ ഓർഗാനിസം തന്നെ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. വേറെ എന്ത് ഇമ്പ്യൂരിറ്റി ആയാലും അതിനെ നിങ്ങൾക്ക് എന്ത് വിളിക്കാം? പൊല്യൂട്ടഡ് വാട്ടർ എന്ന് വിളിക്കാം. ഇപ്പം എന്ത് പറയാം? കണ്ടാമിനേറ്റർ അല്ലെങ്കിൽ ഓൾ കണ്ടാമിനേറ്റഡ് വാട്ടർ ആർ എന്ത്? പൊല്യൂട്ടഡ് വാട്ടർ. ബട്ട് ഓൾ പൊല്യൂട്ടഡ് വാട്ടർ ആർ നോട്ട് കണ്ടാമിനേറ്റഡ് വാട്ടർ. അതായത് ഒരു സ്പെസിഫിക് ജനറലി ഉള്ള സാധനമാണ് പൊല്യൂട്ടഡ് വാട്ടർ. അതിനകത്ത് സ്പെസിഫിക് മൈക്രോ ഓർഗാനിസം, അതായത് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസം ഉള്ള വെള്ളത്തിന് അത് മാത്രമാണെങ്കിൽ, വല്ല ബയോളജിക്കൽ ഇമ്പ്യൂരിറ്റി ആണെങ്കിൽ അതിനെന്ത് പറയും? കണ്ടാമിനേറ്റഡ് വാട്ടർ എന്ന് പറയും. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ, ഇങ്ങനെ 3 തരത്തിൽ നമ്മൾ പാരാമീറ്റേഴ്സ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫിസിക്കൽ പാരാമീറ്റേഴ്സിൽ വരുന്നത് ടെമ്പറേച്ചർ ഉണ്ട്, അതായത് വെള്ളത്തിൻ്റെ ചൂട്, കളറ്, ടേസ്റ്റ്, ഓർഡർ, ടർബിഡിറ്റി. ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, കലക്കൽ. നിങ്ങൾ വെള്ളം നോക്കുമ്പോൾ കലങ്ങിയിരിക്കത്തില്ല വെള്ളം. സോ അതിനാണ് ടർബിഡിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. ഇത് ഓരോന്നും നമ്മൾ 1 by 1 കാണും. കെമിക്കൽ പാരാമീറ്റേഴ്സ് വരുമ്പം ടോട്ടൽ സോളിഡ്, pH, ആസിഡിറ്റി, ആൽക്കലിനിറ്റി, സൾഫേറ്റ്, ക്ലോറൈഡ്, നൈട്രേറ്റ്, ഫ്ലൂറൈഡ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ അസിഡിറ്റിയും ആൽക്കലിനിറ്റിയും ഹാർഡ്നെസ്സും ഉണ്ട്. ഇനി ബയോളജിക്കൽ പാരാമീറ്റർ വരുമ്പോൾ ബാക്ടീരിയ, വൈറസ്, പ്രോട്ടോസോവ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അഗെയിൻ ഞാൻ പറയുന്നത് ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഈ ചാപ്റ്ററെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്, ഇതിനകത്ത് കെമിക്കൽ പാരാമീറ്റേഴ്സ് എക്സ്ട്രാ ഇമ്പോർട്ടൻ്റ്. ഇനി എല്ലാ കാര്യം പഠിക്കുമ്പോഴും നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഓരോ എണ്ണത്തിലും ടെസ്റ്റ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് അറിയണം. ഓരോ എണ്ണത്തിൻ്റെയും ലിമിറ്റ്സ്, അക്സെപ്റ്റബിൾ ലിമിറ്റ് നിങ്ങളുടെ IS 10,500 2012 പ്രകാരം
കുടിക്കുന്ന വെള്ളത്തിൽ നിങ്ങളുടെ ഈ ഓരോ കണ്ടന്റും എത്ര അളവിൽ കാണാം. ആ ലിമിറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ. അല്ലാതെയും നിങ്ങൾക്ക് വാട്ടർ അതോറിറ്റി കയറിയാലാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് അറിയണം. കാരണം അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഈ വെള്ളം ഒരു മനുഷ്യന് കുടിക്കാൻ കൊടുക്കുകയാണ്. സോ അത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഇൻഫർമേഷന്. സോ ക്വാളിറ്റി പാരാമീറ്റേഴ്സ് നമുക്ക് കാണാം. ഫസ്റ്റ് പാരാമീറ്റർ നമ്മൾ നോക്കാൻ പോകുന്ന ടർബിഡിറ്റി. നമ്മൾ ടർബിഡിറ്റി എന്ത് പാരാമീറ്റർ എന്ന് പറഞ്ഞ് ഇപ്പം തന്നെ പറഞ്ഞുള്ളൂ, വിച്ച് ഈസ് എ ഫിസിക്കൽ പാരാമീറ്റർ. ഇനി അതിൻ്റെ പക്ക മലയാളം പറയുകയാണെങ്കിൽ, നിങ്ങൾ ടർബിഡിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും. മലയാളം എന്ന് പറഞ്ഞാൽ കലക്കൽ. നിങ്ങളൊരു വെള്ളം കലങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം, നിങ്ങൾ 2-3 വെള്ളം ഉണ്ടെങ്കിൽ കൂടുതൽ കലങ്ങിയ വെള്ളത്തിനാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? ടർബിഡിറ്റി കൂടുതലാണ്. കലങ്ങൽ കുറവാണെങ്കിൽ എന്ത് പറയും? ടർബിഡിറ്റി കുറവാണ്. ഇനി ഓഫ് കോഴ്സ് കലക്കൽ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ വരും, എന്തുകൊണ്ടാണ് വെള്ളം കലങ്ങുന്നത്? ബേസിക്കലി അതിനകത്ത് എന്തെങ്കിലും പൊടിയോ ഒരു ഇമ്പ്യൂരിറ്റി, ഐ മീൻ നിങ്ങളുടെ മനസ്സിൽ തന്നെ വരുന്നത് അങ്ങനെ ആയിരിക്കും, ഒരു പൊടി. കാരണം യൂഷ്വലി മഴ പെയ്ത് കഴിയുമ്പോൾ ആറ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു ബ്രൗണിഷ് കളറില്ല, അതിൻ്റെ ചെളിയും പൊടിയും എല്ലാം കൂടെ ചേർന്ന് നല്ല കലങ്ങി ഒഴുകുക എന്ന് പറയും. സോ അതിനകത്ത് എന്താ? അവിടെ ഇമ്പ്യൂരിറ്റി കമ്പാരിറ്റീവ്ലി കൂടുതൽ. ഇപ്പം ടർബിഡിറ്റി എന്ന് പറഞ്ഞാൽ, ഇനി ടർബിഡിറ്റി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദ റെസിസ്റ്റൻസ് ഓഫ് പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ. അതിനാണ് എന്ത് പറയുന്നത്? ടർബിഡിറ്റി. ടർബിഡിറ്റി ഈസ് എ റെസിസ്റ്റൻസ് ഓഫ് പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ. ഇനി എന്തുകൊണ്ടായിരിക്കും അത് പറയുന്നത്? കാരണം നിങ്ങളുടെ ഒരു ബീക്കറിനകത്ത് നിങ്ങൾ വെള്ളം ഒഴിക്കുകയെന്ന് വെച്ചോ, തെളിഞ്ഞ് നിൽക്കുകയെന്ന് വെച്ചോ, അതായത് ഇതിനകത്ത് ഒരു ഇമ്പ്യൂരിറ്റിയും കാര്യങ്ങളും ഇല്ല. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവിടെ സൂര്യൻ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? സൂര്യൻ്റെ റേ എന്ത് ചെയ്യും? ബോട്ടം വരെ ഇടിക്കും. നിങ്ങളെവിടെ ഇതിനകത്തേക്ക് നോക്കുന്നത്? ഇതിൻ്റെ മുകളിൽ നിന്നായിരിക്കും നിങ്ങൾ ഇതിനകത്തേക്ക് നോക്കുന്നത്. അപ്പോൾ ബോട്ടം വരെ ഇടിച്ചിട്ട് ഇതെന്ത് ചെയ്യും? തിരിച്ച് കണ്ണിലേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാം? ഈ ഫുൾ വെള്ളവും നല്ല ക്ലിയർ ആയിട്ട് കാണാം. ബിക്കോസ് ഈ സൂര്യൻ്റെ പ്രകാശം, കാരണം നമ്മൾ കാണുന്ന എപ്പോഴും എന്തോ ഏതെങ്കിലും ഒരു സാധനത്തെ ഇടിച്ച് റിഫ്ലക്റ്റ് ചെയ്ത് വരുന്ന കേട്ടോ. ഇവിടെ കലക്കലോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? നോർമലായിട്ട് താഴെ വരെ പോകും, തിരിച്ചു വരും. നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ വെള്ളം ഫുള്ള് നല്ല ക്ലിയർ ആയിട്ട് കാണാം, നല്ല ലൈറ്റിഷ് ബ്ലൂ, ലൈറ്റിഷ് ഗ്രീൻ ആയിട്ട്. ഇനി വേറൊരു സിനാരിയോ, നിങ്ങൾ ഒരു മഴയൊക്കെ കഴിഞ്ഞു, അന്നേരം എന്ത് പറ്റും? മഴയൊക്കെ കഴിയുമ്പോൾ ഓക്കെ, മഴയൊക്കെ കഴിയുമ്പോൾ ഇതിനകത്ത് സം ഇമ്പ്യൂരിറ്റിയും കാര്യങ്ങളും ഉണ്ടെന്ന് വെച്ചോ. എന്താ പച്ച കളറിൽ കാണിക്കും. ഇവിടെയൊക്കെ ഇതിനകത്ത് ഫുൾ പൊടിപടലങ്ങളാണ്, അല്ലെങ്കിൽ ചെളിയുടെ ചെറിയ ചെറിയ തരികളാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ കാണുന്നത്? നിങ്ങൾ വെള്ളം ക്ലിയർ ആയിട്ടല്ല കാണുന്നത്, നിങ്ങൾ കാണുന്നത് കലങ്ങൽ കാണുന്നത്. അതെന്തുകൊണ്ടാണ്? കാരണം അപ്പോഴും എന്ത് ചെയ്യും? സൂര്യപ്രകാശം എവിടെ നിന്ന് അടിക്കുമോ? നേരെ വന്ന് അടിക്കത്തില്ല, എന്ത് ചെയ്യും? ഇവിടെ അടിക്കും. ആ പാർട്ടിക്കിൾ അടിക്കുന്നത് റിഫ്ലക്റ്റ് ചെയ്യും, ഡിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ അടിക്കും, ഡിഫ്ലക്റ്റ് ചെയ്യും. ഇവിടെ അടിച്ച് ഇങ്ങനെ പോകും, ഇവിടെ അടിച്ച് ഇങ്ങനെ പോകും. സ്കാറ്റേഡ് ആയിരിക്കും ഫുൾ വെട്ടം. അപ്പോൾ നിങ്ങളുടെ കണ്ണിലെത്തുന്നതോ? കണ്ണിലും ക്ലീൻ ആയിട്ട് എത്തത്തില്ല. എന്ത് ചെയ്യും? ഇവിടെ ഫുൾ സ്കാറ്റർ ചെയ്തിട്ട് കണ്ണിൽ പ്രോപ്പറായിട്ട് എത്തത്തില്ല. അതുകൊണ്ട് ഇത് ഫുൾ എന്തായിരിക്കും? നിങ്ങൾക്ക് വിസിബിലിറ്റി കുറവായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? കലങ്ങിയതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. സോ ദിസ് ഈസ് കോൾഡ് ടർബിഡിറ്റി. അതുകൊണ്ടാണ് ടർബിഡിറ്റിയെ ഡിഫൈൻ ചെയ്ത് റെസിസ്റ്റൻസ് ഓഫ് പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടർ. ഈ വെള്ളത്തിലൂടെ പാസേജ് ഓഫ് ലൈറ്റിന് എത്രമാത്രം റെസിസ്റ്റൻസ് ഉണ്ട്, അതിനാണെന്തോ ടർബിഡിറ്റി. കൂടുതൽ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്ത് പറ്റും? നിങ്ങൾ കൂടുതൽ കലങ്ങിയതായിട്ട് നിങ്ങൾക്ക് കാണും. റെസിസ്റ്റൻസ് കുറവാണെങ്കിൽ കലക്കൽ കുറവായിട്ട് കാണും. സോ കലക്കലിനാണ് ടർബിഡിറ്റി എന്ന് പറഞ്ഞത്. റെസിസ്റ്റൻസ് കൂടുതൽ, അല്ലെ റെസിസ്റ്റൻസ് ഓഫ് പാസേജ് ഓഫ് ലൈറ്റ് ത്രൂ വാട്ടറിനാണെന്ന് പറയുന്നത് ടർബിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഇത് മെഷർ ചെയ്യാം. ഇത് ഞാൻ എന്താണ് ടർബിഡിറ്റി എന്ന് പറഞ്ഞു, ഇത് ഏതെങ്കിലും രീതിയിൽ കണ്ടുപിടിക്കണ്ടേ. ഇനി മെഷർ ഓഫ് എക്സ്റ്റെന്റ് ടു വിച്ച് ലൈറ്റ് ഈസ് എയ്തർ അബ്സോർബ്ഡ് ഓർ സ്കാറ്റേർഡ് ബൈ വാട്ടർ സാമ്പിൾ. അത് ഞാൻ പറഞ്ഞത്. ഇത് എന്തിൻ്റെ മെഷറാണ് തരുന്നത്? ഈ വരുന്ന വെട്ടത്തെ എത്രത്തോളം അബ്സോർബ് ചെയ്തു അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്തു എന്നുള്ള ഒരു അറിവ് ആര് തരും? ടർബിഡിറ്റി തരും. ഇനി ടർബിഡിറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആര് കാരണമാണ് ടർബിഡിറ്റി ഉണ്ടാകുന്നത്? സോ നമ്മളിപ്പോൾ പറഞ്ഞോളൂ, പൊടിപടലം, വിച്ച് മീൻസ് സസ്പെൻഡഡ് ഓർ കൊളോയിഡൽ പാർട്ടിക്കിൾ. അതൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷനാണ്. സോ ടർബിഡിറ്റി എന്താന്ന് പറഞ്ഞു, ആരാണ് ഇത് കോസ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് കോസ്ഡ് ബൈ സസ്പെൻഡഡ് ഇമ്പ്യൂരിറ്റി ഓർ കൊളോയിഡൽ ഇമ്പ്യൂരിറ്റി. ഇനി ഈ ഒരു ടർബിഡിറ്റി മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്കെയിലിൻ്റെ പേരറിയണം. ഇറ്റ് ഈസ് കോൾഡ് സിലിക്ക സ്കെയിൽ ആൻഡ് ഇത് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് ഈസ് ടർബിഡിറ്റി യൂണിറ്റ്. ദിസ് ഈസ് ഓൾസോ വെരി ഗുഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ടർബിഡിറ്റി എന്താണെന്ന് പറഞ്ഞു, ആര് കാരണമാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഇനി മെഷർ ചെയ്യാൻ ഒരു യൂണിറ്റ് വേണമല്ലോ. അപ്പം നമ്മൾ ഒരു ലെങ്ത് മെഷർ ചെയ്യാൻ സ്കെയിൽ, മീറ്റർ, സെൻറ്റിമീറ്റർ അത് ഉപയോഗിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ടർബിഡിറ്റി മെഷർ ചെയ്യാനുള്ള യൂണിറ്റിന് പറയുന്നത് ടർബിഡിറ്റി യൂണിറ്റ് എന്നാണ്. ഇനി എന്താണ് ടർബിഡിറ്റി യൂണിറ്റ്?
ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ബീക്കർ എടുക്കുന്നു, അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. എത്ര വെള്ളം? 1 ലിറ്റർ വെള്ളം. നിങ്ങൾ 1 ലിറ്റർ വെള്ളം ഒഴിക്കുന്നു. ഈ 1 ലിറ്റർ വെള്ളം ആലോചിക്കണം, എന്ത് വെള്ളം? ദിസ് ഈസ് ഡിസ്റ്റിൽഡ് വാട്ടർ. അതായത് ഒരു വേറെ രീതിയിലുള്ള പൊടിവെള്ളം, അതായത് പ്യുവർ വാട്ടർ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. സോ ഡിസ്റ്റിൽഡ് വാട്ടർ. ഈ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യും? ഇതിനകത്തേക്ക് 1 മില്ലിഗ്രാം പൗഡേർഡ് സിലിക്ക ഇടും. ഇനി പൗഡേർഡ് സിലിക്ക ഒന്നുമില്ല. പൗഡേർഡ് സിലിക്ക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മണ്ണുണ്ടല്ലോ, മണ്ണ് ഇൻ ദ സെൻസ് പൂഴി മണൽ, സാൻഡ്. ബേസിക്കലി സാൻഡിനാണെന്തോ സിലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ പൗഡേർഡ് സിലിക്ക 1 മില്ലിഗ്രാം നിങ്ങൾ ഈ ഒരു 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ഇടും. അന്നേരം ആ പൊടി എന്ത് ചെയ്യും? ഇതിനകത്ത് പോയി ഇതിനകത്തൊരു കലക്കൽ സൃഷ്ടിക്കുമല്ലോ. ആ കലക്കൽ അതിനാണ്, അല്ലെങ്കിൽ അത് എന്തുമാത്രം കലക്കലാണോ നിങ്ങൾക്ക് തോന്നിപ്പിക്കുന്നത്, അതിനാണ് എന്ത് പറയുന്നത്? 1 ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറയുന്നത്. ഇവിടെ സിലിക്ക ഇട്ടുകൊണ്ട് 1 സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ് അഥവാ 1 STU എന്ന് പറയും. സോ ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 മില്ലിഗ്രാം ഓഫ് സിലിക്ക ഇൻ പൗഡേർഡ് ഫോം ഇൻ 1 ലിറ്റർ ഓഫ് ഡിസ്റ്റിൽഡ് വാട്ടർ. അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന ആ കലക്കലാണ് നിങ്ങളുടെ എന്തായിട്ട് എടുക്കുന്നത്? സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിട്ട് എടുക്കുന്നത്. സോ അതിന് ടർബിഡിറ്റി യൂണിറ്റ് എന്നും പറയും. സിലിക്കയാണ് പൊടിയിട്ട് കലക്കിയത് കൊണ്ട് അതിനെ സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ് എന്നും പറയും. ഓക്കെ. ഇനി ഞാൻ പറഞ്ഞു ഇതൊരു പൂഴി മണലാന്ന്. ഇത് ആ മണൽ ആക്ച്വലി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ ഫുള്ളേഴ്സ് എർത്ത് എന്ന് പറയുന്ന മണലാണ്. അത്രയും ലൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ടൈനി പാർട്ടിക്കിൾസ് ഉള്ള മണലാണ് ഉപയോഗിക്കുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകാറില്ല. ബട്ട് സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ് എന്നറിയുക. 1 mg സിലിക്ക 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിലിട്ട് കലക്കുമ്പോൾ എന്താണോ നിങ്ങൾക്ക് ടർബിഡിറ്റി ഫീൽ ചെയ്യുന്നത്, അതിനെയാണ് നിങ്ങൾ 1 സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ് ആയിട്ട് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ടർബിഡിറ്റി 2 രീതിയിൽ മെഷർ ചെയ്യാം. ഒന്നെങ്കിൽ എത്രമാത്രം സ്കാറ്റർ ചെയ്തു, അല്ലെങ്കിൽ എത്രമാത്രം അബ്സോർബ് ചെയ്തു എന്ന രീതിയിൽ മെഷർ ചെയ്യാം. സോ ഈ ടർബിഡിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സും അപ്പോൾ എന്ത് ചെയ്യാം? ഈ 2 രീതിയിൽ നിങ്ങൾക്ക് മെഷർ ചെയ്തെടുക്കാം. ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പളിലും ലൈറ്റ് സ്കാറ്ററിംഗ് പ്രിൻസിപ്പളിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടർബിഡിറ്റി മെഷർ ചെയ്യാം. ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പൾ വർക്ക് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ചോദിക്കാറുണ്ട്. ടർബിഡിറ്റി റോഡ്, ജാക്സൺസ് ടർബിഡിമീറ്റർ, ബെയ്ലീസ് ടർബിഡിമീറ്റർ, ഇല്ലേജ് ടർബിഡിറ്റിമീറ്റർ. സ്കാറ്ററിംഗ് പ്രിൻസിപ്പിൾ ഒരേ ഒരെണ്ണേ ഉള്ളൂ, നെഫ്ലോമീറ്റർ. അപ്പോൾ അത് ഒന്ന് ഓർത്ത് വെച്ചോണം. സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളേ വർക്ക് ചെയ്യുന്നത്, അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളേ വർക്ക് ചെയ്യുന്നത്. കമ്പാരേറ്റീവ് എളുപ്പമാണ്. നിങ്ങൾ ആ സ്കാറ്ററിംഗ് പ്രിൻസിപ്പിളേ വർക്ക് ചെയ്യുന്ന ഒരെണ്ണേ ഉള്ളൂ, നെഫ്ലോമീറ്റർ. അത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം എന്തുവാ നിങ്ങളുടെ അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിൽ വരുന്നത്. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് യൂണിറ്റ് ഓഫ് ടർബിഡിറ്റി ഫൈനലി ഡിവൈഡഡ് സിലിക്ക പ്ലസ് 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ. അന്നേരം ഉണ്ടാകുന്ന ടർബിഡിറ്റി ആണെന്ത്? ഇതിനകത്ത് മെയിനായിട്ട് ഇത് നോർമലി ടർബിഡിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ്. ഇത്രയും പോയിന്റ്സ്, എന്താണ് ടർബിഡിറ്റി എന്ന് ഉള്ളത് ഇമ്പോർട്ടൻ്റ്, കോസ് ചെയ്യുന്നത് ആരാന്നുള്ളത് ഇമ്പോർട്ടൻ്റ്. ആ സ്കെയിലിന് പറയുന്നത് സിലിക്ക ഇട്ട് പൊടി ഇട്ടതുകൊണ്ട് അതിന് സിലിക്ക സ്കെയിൽ എന്ന് പറയും. ഇനി നമ്മൾ അതായത് മീറ്റർ അളക്കാൻ സെന്റിമീറ്റർ സ്കെയിൽ എന്ന് നമ്മൾ പറയത്തില്ലേ, നിങ്ങൾ അളക്കുന്ന സെന്റിമീറ്റർ സ്കെയിൽ എന്ന് പറയും. അതുപോലെ സിലിക്ക സ്കെയിൽ എന്ന് ഇത് പറയും. ഇനി ആ സ്കെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് യൂണിറ്റ് വൈസ് എന്ത് പറയും? നിങ്ങൾ ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറയും. അപ്പം നിങ്ങൾ പൗഡേർഡ് സിലിക്ക 1 മില്ലിഗ്രാം എവിടെ എന്ത് ചെയ്യും? 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിലിടും. അന്നേരം നിങ്ങൾക്ക് എന്ത് കലക്കലാണോ കിട്ടുന്നത് അതിനെന്ത് പറയും? 1 സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറയും. ഇത് അബ്സോർവ് ചെയ്യാൻ ഇൻസ്ട്രുമെന്റ്സ് 2 രീതിയിൽ അളക്കാം. അബ്സോർപ്ഷൻ പ്രിൻസിപ്പളിലും സ്കാറ്റേർഡ് പ്രിൻസിപ്പളിലും. സ്കാറ്റേർഡ് പ്രിൻസിപ്പളിൽ ഒരാളവ് നെഫ്ലോമീറ്റർ, ബാക്കിയെല്ലാം എന്ത് അബ്സോർപ്ഷൻ പ്രിൻസിപ്പളിലാണ്. ഓക്കെ. ഇനി ഓരോ ഇൻസ്ട്രുമെന്റ്സ് അതിൻ്റെ ചെറിയ കുറച്ച് പോയിന്റ്സ് എന്ന് ഓർത്തിരിക്കുക. ടർബിഡിറ്റി റോഡ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു റോഡാണ്. ആ റോഡിനകത്ത് മെഷർമെന്റ് ഇങ്ങനെ വരച്ച് ഇത് വെള്ളത്തിനകത്തോട്ട് മുക്കി നിങ്ങളുടെ ടർബിഡിറ്റി കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ്. നിങ്ങൾക്ക് അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ല. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് ഫീൽഡിൽ പോയി ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾ ആ റോഡ് എന്ന് പറയുന്ന സാധനം എടുത്തുകൊണ്ട് നിങ്ങളുടെ ഏതാണോ സോഴ്സ്, അല്ലെങ്കിൽ ഏതാണോ ടർബിഡിറ്റി കണ്ടുപിടിക്കേണ്ട വെള്ളം, അതിലേക്ക് മുക്കുകയാണ് ചെയ്യുന്നത്. സോ ടർബിഡിറ്റി റോഡ് എന്താ? ഒരു ഫീൽഡ് ടെസ്റ്റ്. നെക്സ്റ്റ് ഈസ് ജാക്സൺസ് ടർബിഡിമീറ്റർ. ജാക്സൺസ് ടർബിഡിമീറ്റർ യൂസ് ചെയ്യുന്നത് വളരെ വലിയ ടർബിഡിറ്റി ഉള്ള സ്ഥലങ്ങളിൽ കണ്ടുപിടിക്കുക. അതായത് 25 STU അതിലും കൂടുതൽ വരുവാണെങ്കിൽ. ഈ JTU എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഈ നിങ്ങൾ കണ്ടുപിടിച്ച സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ് തന്നെയാണ്.
പക്ഷെ ജാക്സൺ പറഞ്ഞു ഞാനാണ് ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ പേരിട്ട് വിളിക്കണം യൂണിറ്റിന്. സോ ജാക്സൺ ടർബിഡിറ്റി യൂണിറ്റ് എന്ന് വിളിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ JTU എന്ന് വിളിക്കുന്നതേ ഉള്ളൂ. എഫക്റ്റീവ്ലി ഇത് നിങ്ങളുടെ STU തന്നെയാണ്. അതായത് 25 JTUവിനേക്കാൾ കൂടിയ സ്ഥലങ്ങളിൽ മാത്രമേ എന്ത് ഉപയോഗിക്കൂ, ജാക്സൺ ടർബിഡിറ്റി മീറ്റർ. ബെയിലിസ് ടർബിഡിറ്റി മീറ്റർ ആണെങ്കിൽ വളരെ കുറഞ്ഞ അളവിലുള്ള ടർബിഡിറ്റി, അതായത് 0 മുതൽ 2 STU. ഇനി ഹില്ലേജ് മീറ്റർ എന്ന് പറഞ്ഞാൽ നോർമലി അതൊരു മോഡറേറ്റ് ലെവൽ, ഒരു 50 JTUവിന് താഴെ ഒക്കെ വരുന്ന രീതിയിലാണ് നോർമലി എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനകത്ത് അധികം സ്ട്രെസ് കൊടുക്കേണ്ട, ഇതൊന്ന് അറിഞ്ഞെടുക്കണം. ടർബിഡിറ്റി റോഡ് ഫീൽഡ് ടെസ്റ്റ് ആണെന്നുള്ളത് അറിയണം. അതുപോലെ ജാക്സൺ ടർബിഡിറ്റി മീറ്റർ ഹൈ ടർബിഡിറ്റി മാത്രം അളക്കാനുള്ളതാണെന്നും അറിയണം, 25 JTUവിനേക്കാൾ കൂടുതൽ. ലോ ടർബിഡിറ്റി അറിയണം, ബെയിലിസ് ടർബിഡിറ്റി മീറ്റർ ഒരു 0 to 2 ടർബിഡിറ്റി ഉണ്ട്. ഇത് മൂന്നുമാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മെയിനായിട്ട് ഓർക്കേണ്ടത്. ടർബിഡിറ്റി റോഡ് ഫീൽഡ് ടെസ്റ്റ്, ജാക്സൺ ടർബിഡിറ്റി മീറ്റർ ആണെങ്കിൽ 25 JTUവിനേക്കാൾ കൂടുതലായിരിക്കണം, അല്ലെങ്കിൽ ഹൈ ടർബിഡിറ്റി അളക്കാനുള്ളത്. ലോ ടർബിഡിറ്റി അളക്കാൻ ബെയിലിസ് ടർബിഡിറ്റി മീറ്റർ. ഇനി ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും നമ്മൾ പറയുന്നുണ്ട്. ടർബിഡിറ്റി റോഡാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു സ്കെയിൽ പോലെ വന്നിട്ട് ഇതിൻ്റെ എൻഡിൽ ഒരു സൂചി ഇങ്ങനെ നീട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വരയ്ക്കുവാണെങ്കിൽ ഇതാണ് നിങ്ങളുടെ സാമ്പിൾ എന്നിരിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു ഇതിങ്ങനെ സ്കെയിൽ പോലെ ഇരുന്നിട്ട് ഇതിൻ്റെ എൻഡിൽ എന്തുണ്ട്, ഒരു സൂചിയുണ്ട്. ഈ സൂചിയുടെ ഡയമീറ്റർ 1 mm ലെങ്ത് 25 mm. ഈ സാധനം എന്ത് ചെയ്യും, വെള്ളത്തിനകത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഇറക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, മുകളിൽ നിന്ന് താഴോട്ട് നോക്കും. ഇത് താഴോട്ട് ഇറക്കി ഏതോ ഒരു പോയിന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ സൂചി കാണാതാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യും, ഒരു റീഡിങ് കിട്ടും. ആ റീഡിങ് അതാണ് നിങ്ങൾ എന്തായിട്ട് പറയുന്നത്, നിങ്ങൾ അതിനെ റിപ്പോർട്ട് ചെയ്യും. എന്തായിട്ട്, ടർബിഡിറ്റി യൂണിറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. ഇനി ആ ഉപയോഗിക്കുന്ന സൂചി എന്ന് പറയുന്നത് പ്ലാറ്റിനം കൊണ്ടുണ്ടാക്കിയ നീഡിൽ, അതിൻ്റെ ഡയമീറ്റർ 1 mm, ലെങ്ത് 25 mm, ലെങ്ത് 2.5 cm, ഡയമീറ്റർ 1 mm, പ്ലാറ്റിനം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് പ്രിൻസിപ്പിളാണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. ഫീൽഡ് ടെസ്റ്റ് ആണെന്നറിയുക, ലൈറ്റ് അബ്സോർപ്ഷൻ പ്രിൻസിപ്പിളാണെന്ന് അറിയുക. രണ്ടാമത്തെ ജാക്സൺ ടർബിഡിറ്റി മീറ്റർ. ജാക്സൺ ടർബിഡിറ്റി മീറ്റർ നമ്മൾ പറഞ്ഞു വെരി ഹൈ ടർബിഡിറ്റി, ഗ്രേറ്റർ ദാൻ 25 JTU ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഉപയോഗിക്കാൻ പറ്റൂ. ഇവിടെ എന്തല്ല, 25 JTUവിനേക്കാൾ താഴെയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ബേസിക്കലി പോയിന്റ് ഈസ് ഹൈ ടർബിഡിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ജാക്സൺ ടർബിഡിറ്റി മീറ്റർ യൂസ് ചെയ്യാൻ പറ്റൂ. പിന്നുള്ളത് ബെയിലിസ് ടർബിഡിറ്റി മീറ്റർ. അത് എവിടെയാണ്, ഒരാൾ ഹൈ ആണെങ്കിൽ അടുത്ത ആൾ എന്തായിരിക്കും, ലോ ടർബിഡിറ്റി യൂണിറ്റ്, 0.0 to 2 ടർബിഡിറ്റി യൂണിറ്റ്. ഇനി ബെയിലിസ് ടർബിഡിറ്റി മീറ്റർ കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒരു ഫിഗറിൽ ഞാൻ പറയാം. ഇത് ചെയ്യുന്നത് ഇങ്ങനൊരു പെട്ടിയുണ്ട്, ഇതുപോലെ ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിക്കകത്ത് നിങ്ങൾ എന്ത് ചെയ്യും, 2 സാമ്പിളുണ്ട്. ഒന്നിന് പറയുന്ന സ്റ്റാൻഡേർഡ് സാമ്പിൾ എന്നും ഒന്നിന് പറയുന്ന ടെസ്റ്റ് സാമ്പിൾ എന്നും. ഈ സ്റ്റാൻഡേർഡ് സാമ്പിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ 1 STU പറഞ്ഞില്ലേ, എന്താണ്, 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് 1 mg സിലിക്ക വാരി ഇട്ടു. ഇനി 2 STU എന്തായിരിക്കും, 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് 2 mg സിലിക്ക വാരി ഇട്ടാൽ എന്ത് ടർബിഡിറ്റി ആണോ കാണുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണോ ഫീൽ ചെയ്യുന്നത്, അതിനാണ് എന്ത് 2 STU എന്ന് പറയുന്നത്. 3 STU എന്ന് പറഞ്ഞാൽ ഈ 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് 3 മില്ലിഗ്രാം സിലിക്ക ഇടുമ്പം എന്താണോ നിങ്ങളുടെ കണ്ണിൽ കാണപ്പെടുന്ന കലക്കൽ, അതിന് 3 STU എന്ന് പറയും. അപ്പോൾ ബേസിക്കലി STU കൂടുന്നതനുസരിച്ച് കലക്കലും കൂടുകയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം അത്രയും പൊടി ഇടുന്നുണ്ട് 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ. ഇത് നമ്മളിങ്ങനെ 1 STU 2 STU 3 STU എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന് പറയുന്നത് സ്റ്റാൻഡേർഡ് സാമ്പിൾ. അത് നമ്മുടെ കയ്യിലുണ്ട് ഇങ്ങനെ കുറേ എണ്ണം, 1 STU 2 STU 3 STU, ഇത് കുറേ എണ്ണം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അത് ആ സാധനമാണ് എന്ത്, എടുത്ത് സ്റ്റാൻഡേർഡ് സാമ്പിളിൻ്റെ പെട്ടിയിലിടും. ഇനി എന്ത് ചെയ്യും, നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട സാമ്പിൾ, അതിന് ടെസ്റ്റ് സാമ്പിൾ എന്ന് പറയും, TS. ഈ സാധനത്തിനകത്ത് എന്തോ നിങ്ങൾ ഏതാണോ ടെസ്റ്റ് ചെയ്യേണ്ട സാധനം, അതൊരു കലങ്ങിയ വെള്ളമല്ലേ, ആ വെള്ളം എടുത്ത് ഇങ്ങോട്ട് വെക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ 2 എണ്ണത്തിലേക്കും വെട്ടം അടിക്കും. അപ്പോൾ നിങ്ങൾ നോക്കും ഇതിനകത്തുള്ള കലക്കലും സെയിം ആണോ എന്ന്. ഇതിനകത്ത് ആദ്യം നോക്കിയപ്പോൾ ഇതിനകത്തുള്ള കലക്കലും സെയിം അല്ല. അന്നേരം നിങ്ങൾ എന്ത് ചെയ്യും, ഈ സ്റ്റാൻഡേർഡ് സാമ്പിൾ മാറ്റും. എന്നിട്ട് ഈ എടുത്ത് വെച്ചേക്കുന്ന വേറൊരാളെ എടുത്തിടും.
വീണ്ടും ചെക്ക് ചെയ്യും ഇത് രണ്ടും ഒന്നാണോന്ന്. അപ്പോഴും നോക്കിയപ്പോൾ സെയിം അല്ല. വീണ്ടും അയാളെ മാറ്റും, വേറൊരാളെ എടുത്തു വെക്കും. ഈ വട്ടം നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇത് രണ്ടിലും കലക്കൽ ഒരേപോലെയാ. രണ്ടിലും കലക്കൽ ഒരേപോലെയാണെങ്കിൽ അതിനർത്ഥം എന്തുവാ? രണ്ടുപേരുടെയും ടർബിഡിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇയാളുടെ ടർബിഡിറ്റി എനിക്ക് അറിയത്തില്ല, ഇയാളുടെ ടർബിഡിറ്റി അറിയാം. രണ്ട് ഒരേ കലക്കലാണെങ്കിൽ രണ്ടും ഒരേ ടർബിഡിറ്റി വരണ്ടേ? ഇയാളുടെ അറിയത്തില്ല, ഇയാളുടെ അറിയാം. സോ ഇയാളും എന്ത് തന്നെ ആയിരിക്കും? ഇയാളുടെ ടർബിഡിറ്റി എന്താണോ അത് തന്നെ ആയിരിക്കും. ഇങ്ങനെയാണ് ഇവിടെ കണ്ടുപിടിക്കുന്നത്, നിങ്ങൾ ബെയിലിസ് ടർബിഡിറ്റി മീറ്ററിൽ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഇത് ഇങ്ങനൊരു പെട്ടിക്കകത്താണ് വെക്കുന്നതെന്നൊക്കെ. അതിൻ്റെ ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ കുറച്ചൊന്ന് അറിഞ്ഞു വെക്കാം. ഈ വെക്കുന്ന പെട്ടി ഒരു ബ്ലൂ കൊബാൾട്ട് പ്ലേറ്റ് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്, ഇതെല്ലാം കവർ ചെയ്തേക്കുന്നത് ബ്ലൂ കൊബാൾട്ട് പ്ലേറ്റ് കൊണ്ട്. ഇനി ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടി ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ്. യെസ്, ഇതിൻ്റെ അടിഭാഗത്ത് ഒപ്പാൽ ഗ്ലാസ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു പ്ലേറ്റ്, ഇത് ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒപ്പാൽ ഗ്ലാസ് പ്ലേറ്റ്. അടിയിൽ ഒപ്പാൽ ഗ്ലാസ് പ്ലേറ്റും ഇതിൻ്റെ ചുറ്റും എന്ത് ബ്ലൂ കൊബാൾട്ട് പ്ലേറ്റും. എന്നിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, വെട്ടം അടിക്കുന്നത്. ഇനി ബ്ലൂ കൊബാൾട്ട് പ്ലേറ്റ് അടിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കണ്ണുകൊണ്ട് ഏറ്റവും രസകരമായിട്ട് ഒരു സ്ട്രെയിൻ ഇല്ലാതെ കാണാൻ പറ്റുന്നത് ബ്ലൂ. നിങ്ങൾ ഈവൻ രാത്രി മൊബൈലൊക്കെ ഉപയോഗിക്കുമ്പോൾ ബ്ലൂ ലൈറ്റ് എന്നൊക്കെ പറയും. അല്ലെങ്കിൽ നിങ്ങൾ കണ്ണിന് സ്ട്രെയിൻ വരാതിരിക്കാൻ കണ്ണാടി മേടിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അതിൻ്റെ വെളിയിൽ ബ്ലൂ കോട്ടിങ് ഒരുമാതിരി. സോ അത് കണ്ണിനൊരു കൂൾനെസ് വരുന്ന, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ് ബ്ലൂ. സോ അത് കിട്ടാൻ വേണ്ടി തന്നെയാണ്, അതായത് ഇത് രണ്ടും നിങ്ങൾ കണ്ണ് വെച്ച് മാച്ച് ചെയ്തെടുക്കുമല്ലേ. സോ അതിനാണ് ബ്ലൂ കൊബാൾട്ട് ഗ്ലാസ് വെച്ചേക്കുന്നത്. പിന്നെ മൂന്നാമത്തത് ഹില്ലേജ് ടർബിഡിമീറ്റർ. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, മോഡറേറ്റ് ആണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി, അത് അധികം ചോദിക്കാറുമില്ല. ഇനി അപ്പോൾ ഇത്രയും നമ്മൾ കണ്ട എല്ലാ സംഭവങ്ങളും ഏതൊക്കെ, ടർബിഡിറ്റി റോഡ്, ബെയിലിസ് ടർബിഡിറ്റി മീറ്റർ, ജാക്സൺ ടർബിഡിറ്റി മീറ്റർ, ഹില്ലേജ് മീറ്റർ, ഇതെല്ലാം എന്ത് ലൈറ്റ് അബ്സോർഷൻ പ്രിൻസിപ്പിളിലായിരുന്നു. ഈ ലൈറ്റ് സ്കാറ്ററിങ് പ്രിൻസിപ്പിൾ ഒരേ ആളേ ഉള്ളൂ, നെഫ്ലോമീറ്റർ. നെഫ്ലോമീറ്ററിൽ നമ്മൾ ഇതുവരെ പഠിച്ച, ഇതിന് മുമ്പ് പഠിച്ച എല്ലാ ആൾക്കാരുടെയും യൂണിറ്റ് എന്തായിരുന്നു? സിലിക്ക ടർബിഡിറ്റി യൂണിറ്റ്. 1 mg സിലിക്ക 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇട്ടാൽ കിട്ടുന്നത്. പിന്നെ ചില ശാസ്ത്രജ്ഞന്മാർ വാശി പിടിക്കും, എൻ്റെ പേരിൽ പറയണമെന്ന് പറയുമ്പോൾ അതിനെ JTU BTU എന്നൊക്കെ പറയുന്നുണ്ട്. JTU എന്ന് പറഞ്ഞാൽ ജാക്സൺ ടർബിഡിറ്റി യൂണിറ്റ്, ബെയിലി വാശി പിടിച്ച ബെയിലിസ് ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറയും. ബേസിക്കലി എല്ലാവരും ഒരാളാണ്. ഇനി പക്ഷെ നെഫ്ലോമീറ്റർ കുറച്ച് വേറൊരാളാണ്. അദ്ദേഹം ഇത് മൊത്തത്തിൽ മാറ്റി. അദ്ദേഹം എന്ത് ചെയ്തു, അതിന് പുതിയ യൂണിറ്റ് പറഞ്ഞു 1 NTU അല്ലെങ്കിൽ 1 FTU എന്ന് പറയും. നോർമലി 1 NTU എന്ന് പറയുന്നത് നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്. ഈ നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയും എന്തായിരിക്കും, 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത് കലക്കുന്ന പൊടിയുണ്ടല്ലോ, ആ പൊടി സിലിക്കയല്ല. ഈ വട്ടം അയാൾ കലക്കിയത് 1 മില്ലിഗ്രാം ഫോർമസീൻ പോളിമർ. അപ്പോൾ 1 മില്ലിഗ്രാം ഫോർമസീൻ പോളിമർ 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ ഇട്ട് കലക്കിയാൽ എന്ത് കലക്കലാണോ നിങ്ങൾ കാണുന്നത് അതിനെ നിങ്ങൾ എന്ത് വിളിക്കും? 1 FTU, ഫോർമസീൻ ടർബിഡിറ്റി യൂണിറ്റ്. അല്ലെങ്കിൽ എന്തും വിളിക്കാം, നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് 1 NTU. ഓക്കെ, NTയും FTയും ഫോർമസീൻ ടർബിഡിറ്റി യൂണിറ്റ് അല്ലെങ്കിൽ നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ്. അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എന്തോ ലൈറ്റ് സ്കാറ്ററിങ് പ്രിൻസിപ്പിളിൽ വർക്ക് ചെയ്യുന്നത്. ഇനി ഇതിനകത്ത് നോർമലി ചോദിക്കുന്ന ചോദ്യം, ഇവിടെ ചെയ്യുന്നത് ഇവിടെ നിങ്ങളുടെ സാമ്പിളായിരിക്കും. നിങ്ങളെന്ത് ഇവിടെ നിന്നൊരു വെട്ടം അടിക്കുമ്പോൾ ഈ സാമ്പിളിനകത്ത് ലിക്വിഡ് ഉണ്ടല്ലോ, അതിനകത്ത് ഇടിച്ചിട്ട് എന്ത് ചെയ്യും, ഇത് ഞാൻ പറഞ്ഞു ലൈറ്റ് സ്കാറ്റർ ചെയ്യും, പല ദിശയിലേക്ക് ഇത് സ്കാറ്റർ ചെയ്യും. ഇനി നെഫ്ലോമെട്രിക്സ് ടർബിഡിറ്റി കൊണ്ട് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഇടിച്ച് 90 ഡിഗ്രിയിൽ സ്കാറ്റർ ചെയ്യുന്ന വെട്ടം, അതാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്തെടുക്കുക. അപ്പം നെഫ്ലോമെട്രിക് ടർബിഡിറ്റി, അത് ചോദിക്കാറുള്ള ചോദ്യം. നെഫ്ലോമെട്രിക് ടർബിഡിറ്റി ഓൾവേസ് മെഷർ എമൗണ്ട് ഓഫ് ലൈറ്റ് സ്കാറ്റേർഡ് ആംഗിൾ ടു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് ലൈറ്റിന് വിത്ത് റെസ്പെക്ട് ടു ആംഗിൾ എത്ര, 90 ഡിഗ്രി സ്കാറ്ററിങ് ഉള്ളതാണ് എപ്പോഴും ചെയ്യുന്നത്. സോ ഞാൻ പറഞ്ഞു, വെട്ടം ഇങ്ങനെ വരുന്നു, നിങ്ങളുടെ സാമ്പിളിൽ ഇടിക്കുന്നു, എല്ലാ ദിശയിലേക്കും ഇടിച്ചു പോകുന്നു സ്കാറ്റർ ചെയ്ത്. പക്ഷെ നിങ്ങൾ മെഷർ ചെയ്യുന്ന ഏതാ, പക്ക ഇൻസിഡൻറ്റ് വെട്ടത്തുനിന്ന് പക്ക 90 ഡിഗ്രിയിൽ ഡിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യുന്ന വെട്ടമാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, മെഷർ ചെയ്യുന്നത് ഈ നെഫ്ലോമെട്രിക് ടർബിഡിറ്റി യൂണിറ്റ് അല്ലെങ്കിൽ നെഫ്ലോമീറ്ററിൽ മെഷർ ചെയ്യുന്നത്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, 90 ഡിഗ്രി. ഓക്കെ, ഇനി ഇതിൻ്റെ ആസ്പർ നിങ്ങളുടെ IS 1000 2012 നോക്കിക്കഴിഞ്ഞാൽ ടർബിഡിറ്റി യൂണിറ്റ് പറയുന്നത് 1 NTU
ആൻഡ് 5 NTU. രണ്ട് പേരുണ്ട്, കോഡിൽ തന്നെ അങ്ങനെ പറയുന്നത്. അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്നും പറയുന്നുണ്ട്, പെർമിസിബിൾ ലിമിറ്റ്. അപ്പോൾ ടർബിഡിറ്റിയുടെ അക്സെപ്റ്റബിൾ ലിമിറ്റ് 1 NTU ആണെങ്കിൽ യൂണിറ്റ് അഗെയിൻ NTU. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് നെഫ്ലോമീറ്റർ വെച്ചാണ് ടർബിഡിറ്റി കണ്ടുപിടിക്കുന്നത്. നമ്മളും നമ്മുടെ ലാബിൽ വാട്ടർ അതോറിറ്റിയിൽ മീറ്റർ തന്നെ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്. സോ 1 NTU അക്സെപ്റ്റബിൾ ലിമിറ്റ് 1 NTU, പെർമിസിബിൾ ലിമിറ്റ് എത്ര 5 NTU. ഇനി അക്സെപ്റ്റബിൾ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നോർമലി നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എന്തുവാ, 1 NTUവിനകത്ത് തന്നെ നിർത്താൻ നോക്കണം ഈ കലക്കൽ. പക്ഷേ ഒരു സിറ്റുവേഷൻ വരിക, നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലാന്റ് പണിയുന്ന സ്ഥലം കിട്ടുന്ന സ്ഥലത്ത് റോ വാട്ടർ നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇത്ര ഭയങ്കര കലക്കലുള്ള വെള്ളം അല്ലാതെ ഒരു രക്ഷയില്ല. അപ്പം അങ്ങനെ വേറെ ഒരു ഓൾട്ടർനേറ്റ് സോഴ്സും ഇല്ലാത്ത ഒരു അവസരത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 5 NTU ഉള്ള അല്ലെങ്കിൽ 5 NTU വരെ വരുന്ന രീതിയിൽ യൂസ് ചെയ്യാം. സോ അക്സെപ്റ്റബിൾ ലിമിറ്റ് ഈസ് 1 NTU, പെർമിസിബിൾ ലിമിറ്റ് ഈസ് 5 NTU, 1 to 5. ഓക്കെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ വാല്യൂ കഴിഞ്ഞു. ഇനി അഗെയിൻ നിങ്ങൾ ചിലപ്പോൾ പല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ മെറ്റീരിയലൊക്കെ ചിലപ്പം റെഫർ ചെയ്യുമ്പോൾ നിങ്ങൾ മേ ബി 5 to 10 NTU എന്ന് കാണും. ഇത് ആക്ച്വലി തെറ്റാണ്, ഇപ്പോഴത്തെ വാല്യൂ അല്ല. ഇത് IS 1500 1991 വാല്യൂസാണ്. പഴയ ബുക്കും പഴയ വാല്യൂസും പഴയ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് കിടക്കും. സോ ദാറ്റ് ഈസ് റോങ്. നിങ്ങൾ എപ്പോഴും റെഫർ ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് കോഡ് IS 1500 2012 തന്നെ റെഫർ ചെയ്യുക. സോ അതിൻ്റെ വാല്യൂ 1 to 5. ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു പാരാമീറ്ററായ ടർബിഡിറ്റി കഴിഞ്ഞു. സെക്കൻഡ് പാരാമീറ്റർ ഈസ് കളർ. അപ്പോൾ കളർ ടർബിഡിറ്റിയുടെ ഇത് ആലോചിക്കുക, 1 to 5 NTU. രണ്ടാമത്തേത് കളർ തന്നെ ആക്ച്വലി 2 ടൈപ്പാണെന്ന് പറയാം, അപ്പേരൻ്റ് കളറും ട്രൂ കളർ. ഇത് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നത്, നിങ്ങൾ ഒരു ചായ ഇടുമ്പം എന്താ നിങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ തേയില വെള്ളം ഇടുക, കട്ടൻ. അപ്പോൾ ബേസിക്കലി നിങ്ങൾ വെള്ളം ചൂടാക്കുന്നു, അതിലേക്ക് നിങ്ങൾ തേയില ഇടുന്നു. തേയില ഇടുമ്പോൾ എന്ത് പറ്റും, തേയിലയ്ക്കകത്തെ ആ ഒരു കളറ് വെള്ളത്തിനകത്ത് വരും. എന്നിട്ട് നിങ്ങൾ തേയില എടുത്ത് കളഞ്ഞാലും എന്ത് പറ്റും, ആ കളർ പിന്നെ പോകും. നിങ്ങളിനി എത്ര നേരം ആ കട്ടൻ എടുത്ത് വെച്ചിരുന്നാലും ആ കളർ പോകത്തില്ല. അങ്ങനെയുള്ള സാധനത്തിനാണ് എന്തോ ട്രൂ കളർ എന്ന് പറയുന്നത്. സോ ഇത് ആര് മൂലം, ഡിസോൾഡ് അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണ് വരുത്തുന്നത്. കാരണം ഈ തേയിലയ്ക്കകത്തെ ഡിസോൾഡ് സാധനം വെള്ളത്തിനകത്ത് ഇരിക്കുക, അതുകൊണ്ടാണ് അത് ട്രൂ കളർ എപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കും. ഇനി വേറൊരു കളറുണ്ട്, അപ്പേരൻ്റ് കളർ എന്ന് പറയും, വിച്ച് ഈസ് ഡ്യൂ ടു സസ്പെൻഡഡ് സോളിഡ്. അതായത് നിങ്ങൾ ആറിലെ വെള്ളം മഴ പെയ്യുമ്പം ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഒരു ചെളിവെള്ളം പോലെ പോകും. അതെന്തുകൊണ്ട് ചെളിവെള്ളം പോലെ ഫീൽ ചെയ്യുന്നത്, അതിനകത്ത് സസ്പെൻഡഡ് ആയിട്ട് പാർട്ടിക്കിൾ നിൽക്കുക. നിങ്ങൾ ആ വെള്ളം കുറച്ചു നേരം എടുത്ത് ചുമ്മാ വെച്ചിരുന്ന എന്ത് പറ്റും, ആ പൊടിപടലങ്ങളെല്ലാം താഴെ അടിയുമ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളറും മാറി ക്ലിയർ വാട്ടറായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ അങ്ങനെ ഇതിനകത്ത് സസ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന പാർട്ടിക്കിൾ കാരണം വെള്ളത്തിൽ ഉണ്ടാവുന്ന ഒരു കളറുണ്ട്. അത് അതിൻ്റെ ശരിക്കുള്ള കളറാണോ? അല്ല. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും, അപ്പേരൻ്റ് കളർ എന്ന് വിളിക്കും. ഇനി രണ്ടാമത് വേറെ ടൈപ്പ് ഉണ്ട്, എന്ത്, നമ്മൾ തേയില വെള്ളം, അതിനകത്ത് തേയില എന്തോ ഡിസോൾഡ് ആയിട്ട്, അത് നിങ്ങൾ എത്ര നേരം വെച്ചാലും കളർ മാറത്തില്ല. സോ അതിനെന്താ ട്രൂ കളർ. അതായത് ഡിസോൾഡ് അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ചേർന്നിട്ടാണ് എന്ത് വരുന്നത്, ട്രൂ കളർ വരുന്നത്. സോ കളർ ഈസ് അപ്പേരൻ്റ് കളറും ഉണ്ട്, ട്രൂ കളറും ഉണ്ട്. ഇനി കളർ മെഷർ ചെയ്യുന്ന അപ്പാരറ്റസ് എന്ന് പറഞ്ഞാൽ ടിൻഡോമീറ്റർ എന്ന് പറയുന്ന ഒരു അപ്പാരറ്റസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾ കളർ മെഷർ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ സ്കെയിൽ, നമ്മൾ നേരത്തെ സിലിക്ക സ്കെയിൽ എന്ന് പറഞ്ഞ പോലെ ഈ കളർ മെഷർ ചെയ്യുന്ന സ്കെയിലിന് പറയുന്നത് പ്ലാറ്റിനം സ്കെയിൽ എന്നാണ് പറയുന്നത്. നേരത്തെ സിലിക്ക സ്കെയിൽ എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങൾ ഇത് ആലോചിച്ചേ, സെൻറ്റിമീറ്റർ സ്കെയിൽ. എന്തുകൊണ്ടാണ് സെൻറ്റിമീറ്റർ സ്കെയിൽ എന്ന് പറയുന്നത്, കാരണം സെൻറ്റിമീറ്റർ വെച്ചാൽ അളക്കുന്ന, അല്ലെങ്കിൽ ആ സ്കെയിലിൻ്റെ ഒരു യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെൻറ്റിമീറ്റർ. നേരത്തെ സിലിക്ക സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്, സിലിക്ക വെള്ളത്തിലിട്ടാണ് നിങ്ങൾ ആ യൂണിറ്റ് ഉണ്ടാക്കിയത്. ഇവിടെ പ്ലാറ്റിനം സ്കെയിൽ എന്ന് അപ്പോൾ വരുന്നത് എന്തുകൊണ്ടായിരിക്കും, ഇവിടെ അപ്പോൾ പ്ലാറ്റിനം എവിടെ ഇട്ടു. സോ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ പറയുന്ന കളറിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 1 ട്രൂ കളർ യൂണിറ്റ് അല്ലെങ്കിൽ TCU. ഇതിനെ തന്നെ ഹേസൻ യൂണിറ്റ് എന്നും പറയാറുണ്ട്, രണ്ടും ഒന്ന്. ഇനി ഇവിടെ ചെയ്യുന്നത് എഗെയിൻ നമ്മളുടെ ഒരു ബീക്കർ എടുക്കുന്നു, അതിലേക്ക് 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ, 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ, ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, ആരെയോ ആഡ് ചെയ്യുന്നു. അതെത്ര, 1 mg. ആഡ് ചെയ്യുന്ന ആളുടെ പേര് പ്ലാറ്റിനം ഇൻ ദ ഫോം ഓഫ് ക്ലോറോ പ്ലാറ്റിനേറ്റ് അയോൺ.
പ്ലാറ്റിനം സ്കെയിൽ എന്ന് വന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതിനകത്ത് ഒരു ട്രൂ കളർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്തിട്ട് അതിനകത്തേക്ക് പ്ലാറ്റിനം ഇടും. എങ്ങനെങ്കിലും ഉള്ള പ്ലാറ്റിനം അല്ല ഇടുന്നത്, ക്ലോറോ പ്ലാറ്റിനേറ്റ് അയൺ ഫോമിലുള്ള പ്ലാറ്റിനം വെള്ളത്തിലിടും. ഈ 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടർ എത്ര ഗ്രാം? 1 മില്ലിഗ്രാം. അന്നേരം നിങ്ങൾ കലക്കുമ്പോൾ അതിനൊരു യെല്ലോയിഷ് ഒരു കളർ വരും. ആ കളർ, അതിനാണ് ട്രൂ കളർ യൂണിറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് ഹെയ്സൻ എന്ന് പറയും. ഓക്കെ, ഇനി അഗെയിൻ അപ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നത്? നേരത്തെ ബെയിലിസ് ടർബിഡിമീറ്റർ പറഞ്ഞില്ലേ, അതുപോലെ എന്ത് ചെയ്യും? നിങ്ങളൊരു ബോക്സ് എടുക്കും, നിങ്ങൾക്ക് ഇതുപോലെ 1 ട്രൂ കളർ യൂണിറ്റ്, 2 ട്രൂ കളർ യൂണിറ്റ്, 3 ട്രൂ കളർ യൂണിറ്റ്, അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് സാമ്പിളുണ്ട്. പിന്നെ എന്ത് ചെയ്യും? നിങ്ങളുടെ ടെസ്റ്റ് സാമ്പിൾ ഇവിടെ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നിങ്ങളെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ഇത് രണ്ടും ഒരേ കളറായിട്ട് മാച്ച് വരുന്നത് വരെ സ്റ്റാൻഡേർഡ് സാമ്പിൾ മാറ്റി വെക്കും. 2 മൺസ് മാച്ച് ആയതിനർത്ഥം എന്തോ? ഈ രണ്ടിൻ്റെയും കളർ യൂണിറ്റ് സെയിം ആയിരിക്കണം. അങ്ങനെയാണ് ഇവിടെയും ചെയ്യുന്നത്. സോ ഇതിൻ്റെ യൂണിറ്റ് ട്രൂ കളർ യൂണിറ്റ്. ഇനി ഇവിടെ ഈ ഒരു വെക്കുന്ന ഒരു പെട്ടി എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ട്യൂബും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഈ പെട്ടിക്കൊരു പേര് സ്പെസിഫിക് ആയിട്ട് പറയാറുണ്ട്. അതിന് പറയുന്നത് നെസ്ലേഴ്സ് ട്യൂബ്, ആ പെട്ടി. ഇനി ഈ ഫുൾ അപ്പാരറ്റസിന് പറയുന്നത് ടിൻഡോമീറ്റർ എന്ന്. ഓക്കെ, ഇനി ഇതിൻ്റെയും നിങ്ങളുടെ അക്സെപ്റ്റബിൾ ലിമിറ്റ്, പെർമിസിബിൾ ലിമിറ്റ് ഈസ് 5 to 15. അപ്പം ടർബിഡിറ്റി 1 to 5 ആയിരുന്നു. കളറിൻ്റെ യൂണിറ്റ് അക്സെപ്റ്റബിളും പെർമിസിബിളും എന്നൊക്കെ പറഞ്ഞാൽ 5 മുതൽ 15, 5 to 15. ഓക്കെ, സോ അതും ഇമ്പോർട്ടൻ്റ്. ഇത് മൂലം അല്ലെങ്കിൽ ആരാണ് ഇത് കോസ് ചെയ്യുന്നത്? അപ്പം ഡിപ്പെൻസ്. ട്രൂ കളർ യൂണിറ്റ് ആണെങ്കിൽ കോസ് ചെയ്യുന്നത് ആരാ? ട്രൂ കളർ ആണെങ്കിൽ കോസ് ചെയ്യുന്നത് ആരാ? നിങ്ങൾ ഡിസോൾഡ് അല്ലെങ്കിൽ കൊളോയിഡൽ പാർട്ടിക്കിൾസ്. അപ്പാരന്റ് കളർ ആണെങ്കിൽ കോസ് ചെയ്യുന്നത് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ആയിരിക്കും. സോ അത് ബി കെയർഫുൾ എന്താണ് കോസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ. ബാക്കി കളറിൻ്റെ അപ്പാരറ്റസ്, നെസ്ലേഴ്സ് ട്യൂബ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഈ ട്യൂബ് ഇടുന്ന പെട്ടിക്കാണ് നെസ്ലേഴ്സ് ട്യൂബ്. ഇത് എല്ലാം കൂടെ ചേർന്ന് മൊത്തത്തിൽ വിളിക്കുന്നത് ടിൻഡോമീറ്റർ. ഈ സ്കെയിൽ എന്താ? പ്ലാറ്റിനം സ്കെയിൽ. കാരണം പ്ലാറ്റിനം ഇൻ ദ ഫോം ഓഫ് ക്ലോറോ പ്ലാറ്റിനേറ്റ് അയൺ 1 mg 1 ലിറ്റർ ഡിസ്റ്റിൽഡ് വാട്ടറിൽ ഇടുമ്പോൾ കാണുന്ന കളർ എന്താണോ അതിനാണ് നിങ്ങൾ എന്ത് ഡിഫൈൻ ചെയ്തത്? ഒരു ട്രൂ കളർ യൂണിറ്റ് ആയിട്ട് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാനുള്ളത് ടേസ്റ്റ്. നിങ്ങളുടെ കോഡിൽ അഗെയിൻ നിങ്ങൾ ആലോചിച്ച് നോക്കുക എത്രമാത്രം പ്രാക്ടിക്കലാണ് ഇതെന്ന്. നിങ്ങളെ റോ വാട്ടർ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരിക, അതായത് ഇത് നല്ലതാണോ മോശമാണോ എന്ന് നിശ്ചയിക്കാൻ കൊണ്ടുവരിക. നിങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇതിനകത്ത് എത്ര പേര് ആ വെള്ളം കുടിച്ചു നോക്കും? ഉറപ്പാണ് എല്ലാവരും ഓടും. സോ ബേസിക്കലി ആരും കുടിക്കാൻ തയ്യാറാവത്തില്ല. സോ കോഡിനകത്ത് നേരത്തെ ആക്ച്വലി വാല്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓർഡറിന് 1 to 3 TON എന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. സോ നൗ അതെല്ലാം മാറ്റി. സോ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ എഗ്രിയബിൾ. ആരാണോ ഇത് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത് ആർക്കാണോ കൊടുക്കുന്നത്, ഈ വെള്ളം അവസാനം എത്തിക്കുന്ന ആൾക്കാരാരാണോ അവർക്ക് ഈ വെള്ളം കിട്ടുമ്പോൾ ടേസ്റ്റ് അക്സെപ്റ്റബിൾ ആണെങ്കിൽ അല്ലെങ്കിൽ എഗ്രിയബിൾ ആണെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് എടുക്കാം. സോ ടേസ്റ്റിന് കോഡിൽ എഗ്രിയബിൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇത് കണ്ടുപിടിക്കാനുള്ള യൂണിറ്റിന് ഫേവർ ത്രെഷോൾഡ് നമ്പർ എന്ന് പറയാറുണ്ട്. ഫ്ലേവർ ത്രെഷോൾഡ് നമ്പർ. ഓക്കെ, ഇനി ഓർഡർ ആക്ച്വലി ഓർഡർ ആൻഡ് ടേസ്റ്റ് ഒരുമിച്ച. കാരണം ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ടേസ്റ്റ് ചെയ്യത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു, പക്ഷെ നിങ്ങൾക്ക് മണത്ത് നോക്കാമല്ലോ. മണത്ത് നോക്കുന്നതിൽ വേറെ ബുദ്ധിമുട്ടില്ല. ടേസ്റ്റ് ചെയ്യാൻ പറയുമ്പോഴാണ് പ്രശ്നം. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് നല്ലൊരു പനി അടിച്ചു, നല്ല ചൂട് ബിരിയാണി നിങ്ങളുടെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചു. നിങ്ങളുടെ മൂക്കടഞ്ഞിരിക്കുക. അപ്പോൾ ബിരിയാണിയുടെ ഒരു മണവും അല്ലെങ്കിൽ ആ ഒരു സ്വാദും നിങ്ങൾക്ക് മണത്തിലൂടെ അറിയാൻ പറ്റത്തില്ല. എന്നിട്ട് നിങ്ങൾ കഴിക്കുമ്പോഴും എന്തായിരിക്കും? നിങ്ങൾക്ക് അതിൻ്റെ ഒരു രുചിയും അറിയാൻ പറ്റത്തില്ല. അതായത് അതിനർത്ഥം എന്തോ? നിങ്ങളുടെ ടേസ്റ്റും ഈ പറയുന്ന സ്മെല്ലും തമ്മിലൊരു സം റിലേഷൻ ഈസ് ദെയർ. ഇതേ കൺസെപ്റ്റ് യൂസ് ചെയ്ത് ഇവിടെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത് എന്ത് മാത്രമാണ്? ഓർഡർ മാത്രമേ ടെസ്റ്റ് ചെയ്യൂ. കാരണം മണപ്പിക്കുന്നതിൽ വേറെ പ്രശ്നമില്ല. ഓർഡറിൽ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ മോശമാണെങ്കിൽ എന്തായിരിക്കും? നമ്മൾ അപ്പം തന്നെ എന്ത് ചെയ്യും? ടേസ്റ്റും റിജക്റ്റ് ചെയ്യും. ഓർഡറിൽ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ടേസ്റ്റിൽ ഓക്കെ ആണെന്ന്. ഓക്കെ, അപ്പോൾ നല്ലൊരു കടയിലൊക്കെ ചെല്ലുമ്പോൾ നല്ല ബിരിയാണിയുടെ മണം വരുമ്പോൾ തന്നെ നമുക്കറിയോ ഇത് കഴിച്ചാൽ അടിപൊളിയായിരിക്കും. സോ ഓർഡറും ടേസ്റ്റും സംവാട്ട് റിലേറ്റഡ്. ഇനി ഓർഡർ ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റ് അതിനെ പറയുന്നത് ഓസ്മോസ്കോപ്പ് എന്നാണ് പറയുന്നത്. എഗെയിൻ ഇതും എന്താ? കോഡിൽ എഗ്രിയബിൾ എന്നേ പറയുന്നുള്ളൂ. ടേസ്റ്റും ഓർഡറും അങ്ങനെ തന്നെ എല്ലാവർക്കും എഗ്രിയബിൾ ആയിരിക്കണം ഈ സാധനം, അല്ലാതെ വാല്യൂയും കാര്യങ്ങളും ഒന്നുമില്ല.
ഇനി പഴയ കോഡ് 10500 1991 നോക്കുവാണെങ്കിൽ ആക്ച്വലി അവിടെ ത്രഷോൾഡ് ഓർഡർ നമ്പർ TON എന്ന് പറയുന്ന ഒരു വാല്യൂ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ത്രഷോൾഡ് ഓർഡർ നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഒരു ബീക്കർ എടുത്തു, അതിനകത്ത് മൊത്തം അതിൻ്റെ അളവ് 200 ml ആണെന്ന് വെച്ചു. നിങ്ങളുടെ സാമ്പിൾ 1 ml ബാക്കിയുള്ളത് നിങ്ങൾ ഡിസോൾവ് ചെയ്യാൻ കുറേ ഡയല്യൂട്ട് ചെയ്യാൻ കുറേ വെള്ളവും കൂടെ ഒഴിച്ചു ബാക്കി. ഇപ്പം നിങ്ങളുടെ സാമ്പിളിൻ്റെ അളവ് 1 ml ഉള്ളൂ, പക്ഷേ 200 ml ബീക്കർ ആയതുകൊണ്ട് ബാക്കി 199 എന്തു നിങ്ങളല്ലാത്ത വെള്ളം ഒഴിച്ചു. അപ്പോൾ ബേസിക്കലി ഓവറാൾ ഇതാണെന്തു ന്യൂമറേറ്ററിൽ വരും സാമ്പിൾ വോളിയം ഡിസ്റ്റിൽ വാട്ടർ A+B ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ എത്ര നിങ്ങളുടെ സാമ്പിളിൻ്റെ വോളിയം. ഈ ഒരു നമ്പറിനാണ് എന്ത് പറയുന്നത് ത്രഷോൾഡ് ഓർഡർ നമ്പർ. അപ്പോൾ മേളിലെന്ന് പറയുന്നത് ഇതിൻ്റെ മിക്സ് ഡയല്യൂട്ടഡ് സാമ്പിൾ എന്ന് പറയാം, സാമ്പിളിൻ്റെ വോളിയം പ്ലസ് ബാക്കി ഒഴിച്ച വെള്ളം. സോ ദാറ്റ് ആ ബീക്കർ മൊത്തം എന്നറിയാം ഡിവൈഡഡ് ബൈ സാമ്പിളിൻ്റെ വോളിയം. അതിനാണ് ത്രഷോൾഡ് ഓർഡർ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ വാല്യൂ പഴയ കോഡ് അനുസരിച്ച് ആക്ച്വലി 1 to 3 TON നിൽക്കണമായിരുന്നു ഓർഡറിൻ്റെ വാല്യൂ 1 to 3. അത് ഇങ്ങനെ ചോദിക്കാൻ സാധ്യത കുറവാണ്. ഇപ്പം ഇതൊന്നും ഇല്ല കോഡിൽ, ഇത് ഈ വാല്യൂസ് ഈ ഒരു ടേം പോലും ഇല്ല, ജസ്റ്റ് എഗ്രിയബിൾ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ ഒരു അറിവിന് വേണ്ടി മേ ബി നിങ്ങൾ പല മെറ്റീരിയലും റെഫർ ചെയ്യുമ്പോൾ സ്റ്റിൽ യു വിൽ ബി ഏബിൾ ടു സി 1 to 3 TON. സോ ജസ്റ്റ് മനസ്സിലാക്കുക, ത്രഷോൾഡ് ഓർഡർ നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓവറാൾ സാമ്പിൾ വോളിയം ഡിവൈഡഡ് ബൈ നിങ്ങളുടെ സാമ്പിളിൻ്റെ ഓവറോൾ ഡയലൂട്ടഡ് സാമ്പിൾ വോളിയം ഡിവൈഡഡ് ബൈ സാമ്പിൾ വോളിയം. നോർമലി ഈ എടുക്കുന്ന എക്സ്പെരിമെൻറ്റിൽ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് 200 ml ആയിരിക്കും ഈ ഓർഡർ ടെസ്റ്റ് ചെയ്യാൻ നേരം. സോ അതുകൊണ്ട് 200 ബൈ സാമ്പിളിൻ്റെ വോളിയം ഒന്ന് എടുക്കാം. അപ്പോൾ 1 to 3 ആണ് ഉണ്ടായിരുന്നത്. ഇപ്പം കോഡിൽ എഗ്രിയബിൾ എന്നേ ഉള്ളൂ. അതേപോലെ ടേസ്റ്റും റിലേറ്റഡാണ്. ഓർഡർ മോശമായ ടേസ്റ്റും നമ്മൾ റിജക്റ്റ് ചെയ്യും, ഓർഡർ നന്നായാൽ ടേസ്റ്റിലും ഓക്കെ ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഇനി ഇതേപോലെ ത്രഷോൾഡ് ഓർഡർ നമ്പർ പോലെയുള്ള സാധനമാണ് ഫ്ലേവർ ത്രഷോൾഡ് നമ്പർ. അത് ജസ്റ്റ് പേരറിഞ്ഞാൽ മതി. ഇനി അടുത്ത ടേം ടെമ്പറേച്ചർ. നിങ്ങളുടെ ഒരു സാമ്പിളിൽ അല്ലെങ്കിൽ എടുക്കുന്ന റോ വാട്ടറിൻ്റെ ടെമ്പറേച്ചർ ഡിസൈറബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് നോർമലി 10 ഡിഗ്രി മുതൽ ഒരു 20 ഡിഗ്രി വരെയാണ് നോർമലി പറയുന്നത്. ഇനി ടെമ്പറേച്ചർ എങ്ങനെയാണ് അളക്കുന്നത്? നോർമലി നിങ്ങളുടെ തെർമോമീറ്റർ വെച്ച് തന്നെ അളക്കാൻ പറ്റും. ഇനി ടെമ്പറേച്ചർ ഈ പറയുന്ന ലിമിറ്റ് പറയുന്നതിൻ്റെ കാര്യം, ഒരുപാട് ടെമ്പറേച്ചർ അധികമായാൽ എന്തായിരിക്കും നിങ്ങളുടെ മൈക്രോ ഓർഗാനിസം രണ്ട് രീതിയിലായിരിക്കും. ഒന്ന് മൈക്രോ ഓർഗാനിസം എന്തായിരിക്കും സർവൈവ് ചെയ്യത്തില്ല. രണ്ടാമത്തെ വേറെ പ്രശ്നം നിങ്ങൾക്കറിയാം, വെള്ളത്തിൻ്റെ ഡിസോൾവബിലിറ്റി കൂടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഗ്യാസസ് ഇതിനകത്ത് ഡിസോൾവ് ആയിട്ടിരിക്കാനുള്ള സാധ്യത കുറയും. സോ ടെമ്പറേച്ചർ കൂടിയാൽ നിങ്ങളുടെ ഗ്യാസസിൻ്റെ സോലിബിലിറ്റി എന്ത് ചെയ്യും കുറയും, അതായത് വെള്ളത്തിനകത്ത് അലിഞ്ഞ് ചേർന്നിരിക്കുന്ന ഓക്സിജൻ്റെ അളവ് എന്ത് ചെയ്യും കുറയും. സോ അതൊരു നമ്മളെ സംബന്ധിച്ച് പ്രശ്നം അതാ. വേറൊരു പ്രശ്നമുണ്ട്, ഒരുപാട് കൂടിയാൽ ബയോളജിക്കൽ ആക്ടിവിറ്റി തീരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് ആക്ച്വലി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ബയോളജിക്കൽ ആക്ടിവിറ്റി കൂടി ഒരു പോയിന്റിലെത്തും. അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് പിന്നെ ബയോളജിക്കൽ ആക്ടിവിറ്റി കുറയുന്നത്. അപ്പം ഇനിഷ്യലി കുറേ അളവ് വരെ ബയോളജിക്കൽ ആക്ടിവിറ്റി കൂടും. കാരണം നമുക്കറിയാം ബയോളജിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ബയോ കെമിക്കൽ റിയാക്ഷനാണ്. നിങ്ങൾക്കറിയാം ടെമ്പറേച്ചർ കൂടിയാൽ റിയാക്ഷൻ്റെ റേറ്റ് കൂടും, അല്ലെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റ് കൂടും. റേറ്റ് കൂടിയാൽ ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടക്കും. സോ ഫാസ്റ്റായിട്ട് ബാക്ടീരിയൽ ആക്ടിവിറ്റി നടക്കും. സോ അസുഖം പരക്കാനുള്ള സാധ്യത കൂടും. സോ ടെമ്പറേച്ചർ കൂടിയാൽ ബേസിക്കലി വെള്ളത്തിലുള്ള ഓക്സിജൻ്റെ അളവ് കുറയും. ഒന്ന് അതൊരു പ്രശ്നമാണ്. രണ്ട് ബാക്ടീരിയയുടെ ബയോ കെമിക്കൽ റിയാക്ഷനും എന്ത് ചെയ്യും കൂടും. സോ നോർമലി ഓൺ ആൻ ആവറേജ് ഏറ്റവും എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 to 20 ഡിഗ്രി സെൽഷ്യസ്. അത് അളക്കുന്നത് എന്ത് വെച്ചാണ്? തെർമോമീറ്റർ വെച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പാരാമീറ്റർ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി. ഈ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ മെഷർ ചെയ്യുന്നത് നിങ്ങളുടെ വെള്ളത്തിനകത്ത് കുറേ ഡിസോൾഡ് ആയിട്ടുള്ള കുറേ പാർട്ടിക്കിളുണ്ടല്ലോ, ആ ഡിസോൾഡ് പാർട്ടിക്കിളിൻ്റെ അളവ് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുന്നതിനാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാം വെള്ളത്തിനകത്ത് ഡിസോൾഡ് ഫോർമാറ്റിനകത്ത് കുറേ പാർട്ടിക്കിളുണ്ട്. നിങ്ങൾക്കത് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനെ എനിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. നിങ്ങൾക്കറിയാം വെള്ളത്തിൽ ഈ പറയുന്ന കണ്ടക്ടിവിറ്റി, വെള്ളത്തിൻ്റെ കണ്ടക്ടിവിറ്റി തരുന്നത് എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾക്കറിയാം ഡിസ്റ്റിൽഡ് വാട്ടറിനകത്ത്, അല്ലെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഈസ് ആൻ ഇൻസുലേറ്റർ, അവിടെ നിങ്ങൾക്ക് കറണ്ട് പാസ് ചെയ്യാൻ പറ്റത്തില്ല.
കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ വെള്ളത്തിനകത്ത് എന്ത് വേണം? അയോൺസ് വേണം. സോ അയോൺസ് എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ്? ഡിസോൾഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ, അല്ലെങ്കിൽ ഡിസോൾഡ് ഫോമില്ല. സോ അതുകൊണ്ട് ഇലക്ട്രിസിറ്റി എത്ര നന്നായിട്ട് പാസ് ചെയ്യുന്നു എന്ന് ആരുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുക? വെള്ളത്തിൽ എത്ര അയോൺ ഉണ്ട്. വെള്ളത്തിൽ കൂടുതൽ അയോൺ ഉണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. ഇനി ഈ അയോൺ എന്ന് പറയുന്നത് എന്ത് ഫോർമാറ്റിലാണ്? ഡിസോൾഡ് പാർട്ടിക്കിൾ. സോ എനിക്ക് എന്ത് പറയാം? ഡിസോൾഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾ കൂടുതലാണെങ്കിൽ അയോൺസ് കൂടുതലാണെന്ന് പറയാം. അയോൺസ് കൂടുതലാണെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് കൂടുതലാണെന്ന് പറയാം. സോ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു കോറിലേഷൻ ഉണ്ടാക്കിയെടുത്ത് ഡിസോൾഡ് പാർട്ടിക്കിൾ എത്രയാണെന്ന് കണ്ടുപിടിക്കാം. അതാണ് എന്ത് പറയുന്നത്, അല്ലെങ്കിൽ അത് ഈ സ്പെസിഫിക് കണ്ടക്ടിവിറ്റി എത്രമാത്രം കറണ്ട് പാസ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഡിസോൾഡ് പാർട്ടിക്കിൾ കണ്ടുപിടിക്കും. ബേസിക്കലി ഇതെന്താ? നമ്പർ ഓഫ് അയോൺസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് ടോട്ടൽ ഡിസോൾഡ് സോളിഡ്. അതാ പറഞ്ഞാൽ വെള്ളത്തിനകത്തുള്ള മൊത്തം ഡിസോൾഡ് സോളിഡ് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. എങ്ങനെ? എന്ത് കണ്ടുപിടിച്ചിട്ട്? വെള്ളത്തിൽ, അല്ലെങ്കിൽ വെള്ളം എത്ര നന്നായിട്ട് കറണ്ടിനെ കണ്ടക്ട് ചെയ്യുന്നു എന്ന് കണ്ടുപിടിച്ചിട്ട് ഇൻഡയറക്റ്റ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യും? വെള്ളത്തിനകത്തുള്ള ടോട്ടൽ ഡിസോൾഡ് സോളിഡ്സ് കണ്ടുപിടിക്കും. ഇനി അപ്പാരറ്റസിൻ്റെ പേര് അയോണിക് വാട്ടർ ടെസ്റ്റിംഗ്. ഇനി നോർമലി കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റൻസിൻ്റെ ഓപ്പോസിറ്റ്. റെസിസ്റ്റൻസ് പെർ മീറ്റർ, റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് മീറ്ററിൻ്റെ ഓപ്പോസിറ്റ്. റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ഓം പെർ സെൻറ്റിമീറ്റർ. ഇത് നേരെ റിവേഴ്സ്. കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ 1 റെസിസ്റ്റിവിറ്റി ആണ്. മ്യൂ മോ പെർ സെൻറ്റിമീറ്റർ, അല്ലെങ്കിൽ മ്യൂ സീമെൻസ് പെർ സെൻറ്റിമീറ്റർ, എന്ത് വേണമെങ്കിലും പറയാം. സീമെനും മോയും ആണ് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് അറിയാൻ വേണ്ടി തരുന്നു. അഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ്, ടെമ്പറേച്ചർ കൂടിയാൽ എന്ത് പറ്റും? കണ്ടക്ടിവിറ്റി കൂടും. അഗൈൻ കണ്ടക്ടിവിറ്റി ഇൻറ്റു ഒരു ഫാക്ടർ 0.67 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിസോൾഡ് സോളിഡ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് കോറിലേഷൻ ചെയ്ത് വെച്ചേക്കോ. നിങ്ങൾക്കറിയാം, ഒരു വെള്ളം നന്നായിട്ട് കണ്ടക്ട് ചെയ്താൽ ആ വെള്ളത്തിനകത്ത് എന്ത് കൂടുതലാണ്? അയോൺസ് കൂടുതലാണ്. അപ്പം അത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ അയോൺസ് എത്രയാണെന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കുക. സോ ഇതിനകത്ത് ടോട്ടൽ ഡിസോൾഡ് സോൾഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ കണ്ടക്ടിവിറ്റി കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 0.67 അല്ലെങ്കിൽ ഒരു ഫാക്ടർ അതുകൊണ്ട് മൾട്ടിപ്ലൈ. ഇനി അപ്പാരറ്റസ് എന്ന് പറയുന്ന അയോണിക് വാട്ടർ ടെസ്റ്റർ. ഇത് വെച്ചിട്ട് ആക്ച്വലി എന്തോ കണ്ടുപിടിക്കുന്നത്? ഈ അയോണിക് വാട്ടർ ടെസ്റ്റർ വെച്ചിട്ട് നിങ്ങൾ ടോട്ടൽ ഡിസോൾഡ് സോളിഡ് അല്ല കണ്ടുപിടിക്കുന്നത്. നിങ്ങൾ കണ്ടുപിടിക്കുന്നത് സ്പെസിഫിക് കണ്ടക്ടിവിറ്റി ഓഫ് വാട്ടർ, അതായത് വെള്ളം എത്ര നന്നായിട്ട് വെള്ളത്തെ കണ്ടക്ട് ചെയ്യുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നിങ്ങളുടെ ടോട്ടൽ ഡിസോൾഡ് സോളിഡ് കണ്ടുപിടിക്കുക. ഇനി ടോട്ടൽ ഡിസോൾഡ് സോളിഡ് നിങ്ങളുടെ കോഡിൽ അഗെയിൻ വാല്യൂസ് മെൻഷൻഡ് ആസ് 500 to 2000. യൂണിറ്റ് എന്ന് പറയുന്നത് mg/ലിറ്റർ, അതുപോലെ mg മില്ലിഗ്രാം പെർ ലിറ്റർ. റേഞ്ച് എന്ന് പറഞ്ഞാൽ 500 മുതൽ 2000. അക്സെപ്റ്റബിൾ ലിമിറ്റ് ഈസ് 500 ആൻഡ് പെർമിസിബിൾ ലിമിറ്റ് ഈസ് 2000. ആ വാല്യൂ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയാവുമ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് എല്ലാം കഴിഞ്ഞു.